Hello students, welcome back to Mini's Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ കൺവേയൻസ് അലവൻസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആണ്. കൺവേയൻസ് അലവൻസ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് അലൗഡ് ആസ് എ അലവൻസ്. എത്രയാണോ എമൗണ്ട് നമുക്ക് തരുന്നത് അത്രയും എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സ്, അതല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓർ പ്രൊഫഷൻ ടാക്സ്, ഈ എമൗണ്ട് ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻ ആയിട്ടാണ് കാണിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടാക്സ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് ടാക്സും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലത്തിലിട്ട് പോകാം. കൺവേയൻസ് അലവൻസും ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സും ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. ശ്രീമതി കൃഷ്ണ ഈസ് ഡ്രോയിങ് എ മന്ത്ലി സാലറി ഓഫ് ₹20,000 and entertainment allowance of ₹3,500 per month from a limited company. She is also getting conveyance allowance of ₹1,200 per month, a bonus equal to 2 months salary and a commission equal to 1 month's pay. During the previous year, she paid ₹2,000 as an employment tax. അപ്പോൾ employment tax is given. She is provided with a rent-free furnished house by the company at Bhopal. The company paying ₹90,000 per annum as the rent of the house and ₹8,700 per annum for furniture and fittings. The electric and water charges amounting to ₹18,000 are also borne by the company in respect of the house. അപ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസ്. അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കണ്ടീഷൻ വരുന്നത് 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് ഈസ് ലെസ് ആണ്. ദ ഇലക്ട്രിക് ആൻഡ് വാട്ടർ ചാർജസ് അമൗണ്ടിങ് ടു ₹18,000 ആർ ഓൾസോ ബോൺ ബൈ ദ കമ്പനി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഹൗസ്. ഷീ ഈസ് ഓൾസോ പ്രൊവൈഡഡ് വിത്ത് ലഞ്ച് ബൈ ദ കമ്പനി ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് അറ്റ് വർക്ക് പ്ലേസ്. ലഞ്ചിന് എക്സംഷൻ ഉണ്ട്, ₹50 വരെ എക്സംഷൻ കിട്ടും. ദ കോസ്റ്റ് ഓഫ് വിച്ച് ഈസ് ₹80 പെർ മീൽ ഫോർ 300 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ദ കമ്പനി റിക്കവേർഡ് ₹20 പെർ മീൽ ഫ്രം ഹെർ. ഫ്രം ദ ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. നമുക്കതിൻ്റെ വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ വർക്കിംഗ് നോട്ട് റെൻറ്റ് ഫ്രീ കാൽക്കുലേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, കാൽക്കുലേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, കണ്ടീഷൻ എന്ന് പറയുന്നത് 15% ഓഫ് salary or actual rent whichever is less, or actual rent whichever is less. Rent free accommodation calculate ചെയ്യുമ്പോൾ എന്താണ് സാലറി? സാലറി മീൻസ് ബേസിക് സാലറി 20,000 into 12, that is 2,40,000. Then bonus equal to 2 months. Bonus 20,000 into 2, that is 40,000. Then commission 20,000 into 1, that is 20,000. And allowance, ഇവിടെ allowance means entertainment allowance, EA entertainment allowance 3,500 into 12, we get 42,000. ഇത്രയാണ് സാലറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഐറ്റംസ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ.
That is 3,42,000. 3,42,000 into 15%. That is 3,42,000 into 15 by 100. We get a 51,300. 51,300 or 90,000, whichever is less. But that is 51,000. 51,300. ഇവിടെ ഫർണിച്ചറും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ ഹയർ ചാർജസ് ആൻഡ് ഹയർ ചാർജസ് ദാറ്റ് ഈസ് 8,700. അങ്ങനെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഈസ് 60,000. ഇനി അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി computation of income from salary for the assessment year 2024 to 25. അതിൽ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് എഴുതണം. സാലറി 2,40,000. Then bonus 40,000. Commission 20,000. Entertainment allowance 42,000. Then value of rent-free accommodation 60,000. Then electricity charges, electric and water charges 18,000. Amount is 18,000. Then lunch 80,000 rupees 80 per meal ആണ്. 50 വരെ നമുക്ക് എക്സംഷൻ കിട്ടും. Then the company required rupees 20 per meal from her. അപ്പോൾ what is the taxable amount? That is 80 minus 50 minus 20. That is 10. 10 into 300. That is 3,000. ഇത്രയും ഫിഗറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് while computing the gross salary. Gross salary equal to കൺവേയൻസ് അലവൻസ് എക്സംപ്റ്റഡ് ആണ്. എത്രയാണോ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ട് ഈസ് എക്സംപ്റ്റ്. ഗ്രോസ് സാലറി ഈസ് $4,23,000. Gross salary is 4,23,000 less standard deduction. Standard deduction 50,000. Then employment tax. ഇപ്പോൾ എംപ്ലോയർ ആണ് എംപ്ലോയിയുടെ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്ത് ആ ഫിഗർ കൺസിഡർ ചെയ്യണം. അതിനുശേഷമാണ് ഡിഡക്ഷൻ വരുന്നത്. ഇവിടെ ഡ്യൂറിങ് ദ ഇയർ ഷീ പെയ്ഡ് ആണ്, എംപ്ലോയി ആണ് ഇവിടെ പേ ചെയ്യുന്നത്. ഷീ പെയ്ഡ് ₹2,000 ആസ് എൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. അപ്പോൾ നമ്മൾ ഗ്രോസ് സാലറി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയാണ്. ലെസ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് that is 2,000. Total amount 52,000.
3,71,000. That is the income from salary. Taxable income from salary. Taxable income from salary. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൺവേയൻസ് എലവൻസും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.